प्यारे बच्चों, सबको नमस्कार। ज़मीन एक स्लेट का नाम है। यह पाठ हम पढ़ रहे थे। यह वीडियो इसका अंतिम पाठभाग है। क्या आपको कहानी याद है? यह एक आत्मकथा है। किसकी आत्मकथा है? हाँ, श्री एकांत श्रीवास्तव जी की आत्मकथा है। वे अपनी തദർത്ത് സേവ സമാപ്ത് करके गाँव जा रहे हैं. തൻ്റെ താൽക്കാലികമായ ജോലിയൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഗാവ്മേം ക്യാ ഹോ രഹാ ഹേ? ഗ്രാമത്തിൽ എന്താ നടക്കുന്നത്? തൻ്റെ ചേച്ചിയുടെ വിവാഹമാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു ഭീമമായ ആ ഒരു ചിലവിനായിട്ട് അവർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭൂമി വിൽക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ വിൽക്കുന്നതിനായിട്ട് തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നു. അപ്പോൾ ചേച്ചി ദീദി ബഹുത് ഭാവുക് ഹോ ഗയി ഹെ. ചേച്ചി വളരെ ഇമോഷണലായി. കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം നടക്കുന്നു ചേച്ചിക്ക്. കാരണം തൻ്റെ കല്യാണ ആവശ്യത്തിനായിട്ട് പ്രിയപ്പെട്ട ഭൂമി വിൽക്കുന്നതിന് ആ കുടുംബത്തിലെ എല്ലാവരും ദുഃഖിക്കുന്നു. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സ് ഖാലി അതായത് ശൂന്യമായതും വളരെയധികം ദുഃഖിതരുമായിരുന്നു. രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുന്നേ എല്ലാവരും അതിഥികളെല്ലാം എത്തി. അപ്പോൾ അച്ഛൻ മകനോട്, അതായത് ഏകാന്ത ശ്രീവാസ്തവനോട് ഒരു പ്രസ്താവന വെച്ചു, ഒരു കാര്യം പറഞ്ഞു. അപ്രതീക്ഷിതമായ ആ ഒരു പ്രസ്താവന കേട്ടിട്ട് അദ്ദേഹം ഞെട്ടുകയാണ് ചെയ്തത്. എന്താണ് അച്ഛൻ മകനോട് പറഞ്ഞ ആ ഒരു പ്രസ്താവന? അപ്രത്യാശിത പ്രസ്താവ് ക്യാ ഹേ? അതായത് രജിസ്ട്രേഷന് മുന്നേ തൻ്റെ ഭൂമി ജമീൻ അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹമാണ് അദ്ദേഹം മകനോട് അറിയിച്ചത്. രജിസ്ട്രേഷന് മുമ്പ് ആ ഒരു ഭൂമി അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്. ഇനി മുന്നോട്ട് എന്താണെന്നുള്ളത് നമുക്കിനി പഠിക്കാം. एक दो दिन बाद कभी चलेंगे पिताजी, कुछ फुर्सत में, अभी तो. ഫുർസത്ത് എന്ന വേർഡിൻ്റെ അർത്ഥം സാവകാശം അല്ലെങ്കിൽ സമയം. ഇപ്പോൾ രജിസ്ട്രേഷന് മുമ്പ് അച്ഛൻ മകനോട് ഒരാഗ്രഹം പറഞ്ഞു. അതായത് രജിസ്ട്രേഷന് മുമ്പ് നമ്മുടെ ഭൂമി ജമീനിനെ ഒന്ന് പോയി കാണണമെന്നുള്ളത്. അപ്പോൾ മകൻ പറഞ്ഞു, ഏക് ദോ ദിൻ ബാദ്, 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ പോകാം അച്ഛ. ഇപ്പോൾ സാവകാശം കിട്ടുമ്പോൾ പോകാം. അബീത്തോ, ഇപ്പോൾ എന്താണ്? ഇപ്പോൾ കല്യാണത്തിൻ്റെ നല്ല തിരക്കുകളാണ്. അപ്പോൾ അതിനിടയ്ക്ക് സമയമില്ല, വളരെ തിരക്ക് പിടിച്ച സമയമാണ്. അപ്പോൾ സാവകാശം കിട്ടുമ്പോൾ പോകാമെന്ന് മകൻ അച്ഛനോട് അറിയിച്ചു. കൽ രജിസ്ട്രി കെ ബാദ് വഹ് ज़मीन अपनी कहाँ रह जाएगी, फिर दूसरों की ज़मीन में क्या जाना, वे धीरे से बोले. यह वाक्य मुझे आहत कर गया. ആഹത് കർണ എന്നാൽ മുറിവേൽക്കുക, വേദനിക്കുക എന്നുള്ള അർത്ഥമാണ്. अपनी ज़मीन में वे जाने के लिए बहुत ही आशा प्रकट करते हैं. इसका कारण क्या है? वो कारण बताते हैं. തൻ്റെ ഭൂമിയിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കൽ രജിസ്ട്രി കെ ബാദ്, നാളെ രജിസ്ട്രേഷന് ശേഷം ഈ ഭൂമി അപ്നി കഹാ രഹ് ജായേഗി, നമ്മുടെ എങ്ങനെ ആകാനാണ്? രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭൂമി വേറൊരാൾക്ക് എഴുതി നൽകുന്ന ആ പേപ്പർ വർക്ക്സിന് ശേഷം ഈ ഭൂമി നമ്മളുടേതല്ലാതായി മാറും. ഫിർ ദൂസറോं की ज़मीन में क्या जाना, പിന്നെ വേറൊരാളുടെ അതായി മാറിയ ആ ഭൂമിയിൽ പിന്നെ പോകേണ്ട ആവശ്യം എന്താണ്? ആ ഭൂമി മറ്റൊരാളുടെ അവകാശിയായി മാറിക്കഴിഞ്ഞു. ഭൂമിയുടെ നമ്മുടെ പ്രിയപ്പെട്ട ഭൂമിയുടെ അവകാശി വേറൊരാളായി മാറിക്കഴിഞ്ഞു. വേറൊരാൾ അവകാശിയായ ആ ഭൂമിയിൽ പിന്നെ പോയിട്ട് കാര്യമെന്താ?
ഈ വാക്യം വോ ധീരെ സെ ബോല. ഇത് അദ്ദേഹം വളരെ പതുക്കെ പറഞ്ഞു. ഈ വാക്യം മുझे ആഹത് കർ ദിയ. ഇതെനിക്ക് വളരെയധികം മുറിവേറ്റു. എൻ്റെ ഹൃദയത്തിൽ, അതായത് ശ്രീവാസ്തവിൻ്റെ ഹൃദയത്തിൽ അങ്ങേയറ്റം വേദനിച്ചു. സ്വന്തം ഭൂമിയിൽ അവസാന ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആ അച്ഛൻ്റെ വേദന ഈ വാക്കുകളിലൂടെ മകൻ മനസ്സിലാക്കി. बच्चों, परीक्षा में पूछे जाने वाली एक प्रमुख प्रश्न है, रजिस्ट्री के पहले पिताजी को खेत देखने की इच्छा हुई क्यों? അതായത് രജിസ്ട്രേഷന് മുൻപേ അച്ഛന് തൻ്റെ ഖേത്ത്, തൻ്റെ നിലം കാണാനുള്ള, തൻ്റെ ഭൂമി കാണാനുള്ള ആഗ്രഹമുണ്ടായി. എന്തുകൊണ്ടാണ്? അപ്നി മിട്ടി പർ സബി കാ ലഗാവ് ഹോത്താ ഹെ. അതായത് സ്വന്തം മിട്ടി, മണ്ണിനോട് എല്ലാവർക്കും ഒരു ലഗാവ് എന്നാൽ അടുപ്പമുണ്ടാവാറുണ്ട്. രജിസ്ട്രി ഹോജാനെ പർ ജമീൻ ദൂസരെ കി ഹോ ജാത്തി ഹെ. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമി വേറൊരാളുടേതായി മാറും. ആജ് വഹ് പിതാജി കാ ഹെ. ഇന്ന് ഈ ഭൂമിയുടെ അവകാശി അച്ഛനാണ്. നാളെ രജിസ്ട്രേഷന് ശേഷം അത് വേറൊരാളുടേതായി മാറും, വേറൊരാളായിരിക്കും അതിൻ്റെ അവകാശി. അതുകൊണ്ട് പിതാജിക്കോ ആജ് ഹി ജമീൻ ദേഖ്നേക്ക് ഇച്ഛാ ഹുയി. അതായത് സ്വന്തം അവകാശിയായിരിക്കുന്ന ആ സമയത്ത് തൻ്റെ ഭൂമി കാണാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി. ഇത് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. पिताजी का वाक्य लेखक को आहत कर गया क्यों? പിതാജിയുടെ വാക്യം ലേഖകന് മുറിവേറ്റു, വേദനിച്ചു. എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. പിതാജി കാ വാക്യ സുന്നേ വാലെ ലേഖക് കോ. പിതാജിയുടെ വാക്യം കേട്ട ലേഖകന് ഉസ്കെ മൻ കി അസഹനീയ പീഡ സമജ് മേം ആയി. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അസഹനീയമായ, സഹിക്കാൻ പറ്റാത്ത വേദന ലേഖകന് മനസ്സിലായി. അച്ഛൻ്റെ ഹൃദയത്തിലുള്ള വേദന മകന് മനസ്സിലായി. ജോ പ്യാരി ജമീൻ ബേച്ചിനെ സെ ഉത്പന്ന ഹുയി ഥി. തൻ്റെ പ്രിയപ്പെട്ട ഭൂമി വിൽക്കുന്നതിൽ നിന്നുണ്ടായ ആ ഒരു വേദന, സഹിക്കാൻ പറ്റാത്ത വേദന മകന് മനസ്സിലായി. ആ മനസ്സിലായതുകൊണ്ടാണ് മകൻ്റെ ഹൃദയത്തിൽ അങ്ങേയറ്റം അച്ഛൻ്റെ വാക്കുകൾ മുറിവേറ്റത്. അച്ഛൻ്റെ വാക്കുകൾ എന്തായിരുന്നു? തൻ്റെ പ്രിയപ്പെട്ട ഭൂമി ഒന്ന് കാണണം, അവസാനമായി ഒന്ന് കാണണം. നാളെ രജിസ്ട്രേഷന് ശേഷം ആ ഭൂമിയുടെ അവകാശി വേറൊരാളാണ്. അവരുടെ ഭൂമിയിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല. ഭൂമിയുടെ അവകാശി ഞാനായിരിക്കുമ്പോൾ തന്നെ അവസാനം എനിക്കൊന്ന് എൻ്റെ ഭൂമിയെ കാണണം എന്നുള്ള ആഗ്രഹം അച്ഛൻ പ്രകടിപ്പിച്ചു. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വേദന ആ വാക്കുകളിലുണ്ടായിരുന്നു. ആ വേദന മകന് മനസ്സിലായി. അതാണ് മകൻ്റെ മനസ്സ്. ആ വേദന മനസ്സിലാക്കിയതിന് ശേഷം മകൻ്റെ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചു. അച്ഛൻ്റെ വേദനയോടൊപ്പം മകനും വേദനിച്ചു. ഈ ക്വസ്റ്റ്യൻ ഈ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. ഉൻകി പീഡ मैं समझ रहा था, मुझे खुद बहुत अच्छा नहीं लग रहा था. ഉൻകി പീഡ എന്ന് പറഞ്ഞാൽ കിൻകി പീഡ, ആരുടെ വേദന? അച്ഛൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എനിക്ക് സ്വയം, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, ബഹുത് അച്ഛാ നഹി ലഗ് രഹാ ഥാ, ഒന്നും നല്ലതായിട്ട് എനിക്ക് തോന്നിയതുമില്ല. खेतों में पहुंचकर वे सूर्यास्त तक उन खेतों में टहलते रहे जो बिकने वाले थे. ടെഹൽന എന്നാൽ അതിൻ്റെ മീനിങ് ചുറ്റി സഞ്ചരിക്കുക. ബിക്നെ വാലെ എന്നാൽ വിൽക്കാനിരിക്കുന്ന തൻ്റെ വയലിൽ പോയി. ഖേത്ത് വയൽ, തൻ്റെ നിലത്ത് പോയി. സൂര്യാസ്തമയം വരെ അച്ഛൻ ചുറ്റി സഞ്ചരിച്ചു. वे खामोश थे, कुछ बोल नहीं रहे थे, मगर उनके भीतर का हाहाकार मेरी समझ में आ रहा था.
ഖാമോഷ് എന്നാൽ സൈലൻറ്റ്, നിശബ്ദൻ. ഹാഹാക്കാർ എന്നാൽ വിലാപം. അദ്ദേഹം അച്ഛൻ നിശബ്ദനായിരുന്നു, ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭീതർ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ വിലാപം എനിക്ക് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ തേങ്ങൽ, കരച്ചിൽ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. मैंने झुक कर मिट्टी को छुआ चुपचाप, पिताजी के देखे बगैर. झुकना माने കുനിയുക, ദേഖെ ബഗേർ എന്നാൽ കാണാതെ. ഞാൻ നിശബ്ദനായി അച്ഛൻ കാണാതെ കുനിഞ്ഞ് ആ മണ്ണിൽ ഒന്ന് തൊട്ടു. ക്യാ ജമീൻ एक स्लेट का नाम है जिस पर हमारे बचपन की कविता लिखी है. നമ്മുടെ കുട്ടിക്കാലത്തെ കവിത എഴുതപ്പെട്ടിട്ടുള്ള ഒരു സ്ലേറ്റിൻ്റെ പേരാണോ ജമീൻ, ഭൂമി എന്നത്? ബച്ചോം, ലേഖക് ജമീൻ കോ സ്ലേറ്റ് ക്യൂ മാൻതേ ഹൈ? കുട്ടിക്കാലത്ത് നാം ആദ്യമായി പഠിക്കാൻ ഉപയോഗിച്ച വസ്തുവാണ് സ്ലേറ്റ്, അല്ലേ? ആദ്യാക്ഷരങ്ങൾ നമ്മൾ എഴുതി പഠിച്ചത് സ്ലേറ്റിലാണ്. പിന്നീടാണ് നമ്മൾ പേപ്പറും നോട്ട്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുപോലെയാണ് നമ്മൾ ജനിച്ചു വളർന്ന മണ്ണ്. ആ ജനിച്ചു വളർന്ന പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ആദ്യമായി പ്രകൃതിയിലെ പല പാഠങ്ങളും നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ് ലേഖകൻ തൻ്റെ പ്രകൃതിയുമായിട്ട് തൻ്റെ കുട്ടിക്കാലവും കുട്ടിക്കാലത്ത് ലഭിച്ച ആദ്യ അറിവുകളും എല്ലാം ജനിച്ചു വളർന്ന ആ മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് താൻ ജനിച്ചു വളർന്ന ആ ഒരു ഭൂമിയെ, ജമീനെ സ്ലേറ്റായിട്ട് ഉപമിക്കുന്നത്. मतलब बचपन में हम जो पाठ इस प्रकृति से सीखे हैं और बचपन की यादें सब इस मिट्टी से जुड़ी हुई है. കുട്ടിക്കാലത്തെ നമ്മൾ പഠിച്ച പാഠങ്ങളും കുട്ടിക്കാലത്തെ ഓർമ്മകളുമെല്ലാം ഈ മണ്ണുമായി ജുടി ഹുയി ഹെ എന്നാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. इसलिए उन्होंने लेखक ने ज़मीन को स्लेट कहा गया है. या शायद एक फूल का नाम जिसके रंग में हमारे रक्त की चमक है. ഭൂമി എന്നത് ഒരു പൂവിൻ്റെ പേരാണോ? അതിൻ്റെ നിറത്തിൽ നമ്മുടെ രക്തത്തിൻ്റെ തിളക്കമുണ്ട്. ലേഖകൻ തൻ്റെ ഭൂമിയെ ചുമന്ന നിറത്തിലുള്ള ഒരു പൂവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ക്യോം വേ അപ്നി ജമീൻ കോ എക് ഭൂൽ മാൻതേ ഹെ? ലേഖകൻ്റെ ജീവിതത്തിലെ പല അവസ്ഥകളാണല്ലോ കുട്ടിക്കാലവും കൗമാരവും യൗവനവുമെല്ലാം. ഒരു ചുമന്ന പൂ പോലെ തൻ്റെ ചോരത്തിളപ്പുള്ള യൗവനവും വിടർന്നത് ഈ മണ്ണിലാണ്. യൗവനത്തെ ചുമന്ന പൂ പോലെ എന്ന് ലേഖകന് തോന്നുന്നു. बचपन से लेखक ने इस मिट्टी से ही पहला पाठ सीखा है, वहीं से उनका जीवन खिलने लगता है. इसलिए लेखक को ये ज़मीन, स्लेट और सुंदर फूल की तरह लगता है. തൻ്റെ കുട്ടിക്കാലവും യൗവനവും എല്ലാം വിടർന്നത് ഈ മണ്ണിലാണ്. ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രഹാതുരത്വം, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചിന്തയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ലേഖകൻ തൻ്റെ ജമീൻ, ഭൂമിയെ ഒരു സ്ലേറ്റായിട്ടും പൂവായിട്ടും ഉപമിക്കുന്നത്. अगले दिन रजिस्ट्री तक पिताजी खामोश रहे, बस हूँ हाँ करते हुए. मेहमानों के सामने भी औपचारिकता निभाना कठिन हो गया था. कैश गिनकर ले लिया गया. पिताजी ने रजिस्ट्री के कागजात पर हस्ताक्षर कर दिए
ഔപചാരികത നിഭാന എന്നാൽ ഔപചാരികത നിർവഹിക്കുക, ഫോർമാലിറ്റി കാണിക്കുക എന്നുള്ള അർത്ഥം. കാഗസാത്ത് എന്നാൽ പേപ്പേഴ്സ്, ഹസ്താക്ഷർ, സിഗ്നേച്ചർ. അടുത്ത ദിവസം രജിസ്ട്രേഷൻ വരെ അച്ഛൻ നിശബ്ദനായിരുന്നു. വെറുതെ ഹൂ ഹാ എന്ന് പറയുന്നതേ ഉള്ളൂ, അതായത് വെറുതെ മൂളുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നിനും ആരോടും ഒന്നും സംസാരിക്കുന്ന പോലുമില്ല. മെഹ്മാൻ എന്നാൽ അതിഥികൾ. അതിഥികളുടെ മുമ്പിൽ ഔപചാരികത നിർവഹിക്കാൻ വളരെ പ്രയാസം തോന്നി. കല്യാണത്തിന് ഒരുപാട് അതിഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരോട് സംസാരിക്കാൻ തന്നെ, ഫോർമാലിറ്റിക്ക് അവരോട് സംസാരിക്കാൻ തന്നെ സാധിക്കുന്നില്ല. അത്രയ്ക്ക് ഹൃദയത്തിൽ വളരെയധികം പ്രിയപ്പെട്ട ഭൂമിയുടെ ആ ഒരു വേർപാട് അങ്ങേയറ്റം വേദനാജനകമായിരുന്നു. ക്യാഷ് ഗിൻകർ ലേലിയ ഗയ എന്നാൽ തുക എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അവർക്ക് കൊടുത്തു. പിതാജി ने രജിസ്ട്രി के कागजात पर हस्ताक्षर कर दिया. പിതാജി അച്ഛൻ ആ രജിസ്ട്രേഷൻ്റെ പേപ്പേഴ്സിലെല്ലാം സൈൻ ചെയ്തു. അങ്ങനെ തൻ്റെ ജമീൻ വേറൊരാൾക്ക് നൽകി. കുഞ്ഞുങ്ങളെ, ഇതിൽ നമ്മൾ ഒരു അച്ഛൻ്റെയും മകൻ്റെയും തൻ്റെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ തീവ്രമായ ഒരു വേദനയാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വേദനിക്കുന്നത്? ക്യോം യേ ഇത്നെ ദുഃഖി ഹേ, നിരാശ് ഹേ, ഈ ജമീൻ കി ജുദായി മേ ക്യോം ഇത്നി ദുഃഖി ഹേ? അതായത് ഇവർ കർഷക കുടുംബത്തിന്, ഒരു കർഷകന് തൻ്റെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ, തൻ്റെ ചോര നീരാക്കി അധ്വാനിച്ച് വിളവെടുപ്പ് നടത്തിയ തൻ്റെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ അത് അങ്ങേയറ്റം താങ്ങാൻ കഴിയാത്തൊരു വേദന തന്നെയാണ് ആ ഒരു വേർപാട്. അതുമാത്രമല്ല, തൻ്റെ നിലം വിൽക്കുക എന്ന് പറയുന്നത് ഗ്രാമത്തിലൊക്കെ ഒരു കർഷകൻ അങ്ങേയറ്റം ദുരഭിമാനവും ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ വേദന ഇത്രയധികം അങ്ങേയറ്റം വേദനാജനകമായി ഇത് ലേഖകൻ തൻ്റെ ആത്മകഥയിലൂടെ അവതരിപ്പിക്കുന്നത്. बच्चों, वे अपने ज़मीन के संबंध में एक कविता भी लिखी है. कविता अब हम पढ़ेंगे. मैं ज़मीन नहीं बेचता, बेचता हूँ हृदय अपनी छाती से काट कर. ലേഖകൻ്റെ പിതാവിൻ്റെ ദുഃഖമാണ് ഈ വരികളിലൂടെ നമ്മൾ കാണുന്നത്. ഞാൻ ഭൂമിയല്ല വിൽക്കുന്നത്, എൻ്റെ ഹൃദയമാണ് വിൽക്കുന്നത്. മേരി ഛാത്തി സേ കാട്ട്കർ, അതായത് ഛാത്തി എന്ന് പറഞ്ഞാൽ മാറിടം, എൻ്റെ മാറിടത്തിൽ നിന്ന് പറിച്ചെടുത്താണ് ഞാൻ ഈ ഭൂമി വിൽക്കുന്നത്. അതായത് ലേഖകൻ തൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുകയാണ് തൻ്റെ ഈ ഭൂമിയെ. ജിസ് पर गिरकर छिले मेरे घुटने उस धूल और इस रक्त का प्यार मैं बेचता हूँ. കുട്ടിക്കാലത്ത് ഈ മണ്ണിൽ വീണ് തൻ്റെ മുട്ട് പൊട്ടി ആ ഒരു പൊടിയും ആ രക്തവും ആണ് ഞാൻ, രക്തത്തിൻ്റെ സ്നേഹവുമൊക്കെയാണ് ഞാൻ വിൽക്കുന്നത്. ഈ വരികളുടെ സാരമെന്ന് പറഞ്ഞാൽ തൻ്റെ കുട്ടിക്കാലത്തെ മധുരമായ ഓർമ്മകളുമെല്ലാമാണ് ഞാൻ ഈ ഭൂമിയോടൊപ്പം വിൽക്കുന്നത്. बेचता हूँ पानी में डूबी धान की जड़ों की गीली सुगंध अपनी सांसों से छीन कर. ധാൻ എന്നാൽ ധാന്യം, ജഡ് എന്നാൽ റൂട്ട്, വേര്, ഗീലി മത്ലബ് നനഞ്ഞ. ഒരു കർഷകൻ്റെ ശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സുഗന്ധമാണ് താൻ അധ്വാനിക്കുന്ന ആ പാടത്തിൻ്റെ ചേറിൻ്റെയും വേരുകളുടെയും ധാന്യത്തിൻ്റെയും ഒക്കെ ആ ഒരു സുഗന്ധം. ഇവിടെ പിതാജി തൻ്റെ രജിസ്ട്രേഷൻ പേപ്പറിൽ ഒപ്പിടുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് തൻ്റെ ആ ധാന്യങ്ങളുടെ നനഞ്ഞ വേരുകളുടെ ആ നനഞ്ഞ സുഗന്ധമാണ്. അദ്ദേഹം തൻ്റെ ശ്വാസത്തിൽ നിന്ന് ചീൻകർ പറിച്ചെടുത്തിട്ട്, ചീന അലഗ് കർണ പറിച്ചു മാറ്റി, അത് ആ സുഗന്ധമാണ് ഞാൻ ഇന്ന് വിൽക്കുന്നത്. मैं पेड़ की तरह
कटकर गिरता हूँ दुनिया के हाट में बेमोल. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, ഹാട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ചന്ത, ബേമോൽ എന്നാൽ മൂല്യമില്ലാതെ, വിലയില്ലാത്ത. ഈ വ്യാപാരി ലോകത്തിലെ, അതായത് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഈ ലോകത്തിലെ മാർക്കറ്റിൽ ഞാൻ ഒരു വിലയില്ലാത്ത, മുറിച്ച് മാറ്റപ്പെട്ട ഒരു മരം പോലെ വീഴുന്നു. ഇങ്ങനെ പിതാവിന് തോന്നാൻ കാരണം എന്താണ്? കാരണം ഗ്രാമത്തിലുള്ളവർ ഒരു കർഷകന് തൻ്റെ ഭൂമി നഷ്ടമാകുക, വിൽക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. സ്വയം സമൂഹത്തിൽ വിലയില്ലാത്തവരായി, അഭിമാനം നഷ്ടപ്പെട്ടവരായി എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകുന്നു. മേഘ് കി തരക് ബരസ്കർ ഹോത്താഹും ഖാലി. മേഘ് എന്നാൽ ബാദൽ, മേഘം ക്ലൗഡ്. മേഘം മഴ പൊഴിച്ചതിന് ശേഷം ശൂന്യമായി ഒന്നുമില്ലാതായി മാറുന്നതുപോലെ ഉള്ള ഒരവസ്ഥയാണ് ജമീൻ തൻ്റെ ഭൂമി വിറ്റതിന് ശേഷം ആ പിതാവിനുണ്ടായത്. മേ ജമീൻ നഹി बेचता हूँ आँखें जल और स्वप्न से भरी हुई अपनी दो അദദ് ആഖേ. ഞാൻ ജമീനല്ല വിൽക്കുന്നത്, എൻ്റെ കണ്ണുകളെയാണ് ഞാൻ വിൽക്കുന്നത്. ജലവും സ്വപ്നവും നിറഞ്ഞ എൻ്റെ 2 കണ്ണുകളെ. അദദ് ആഖേം എന്നാൽ ദോനോം ആഖേം, 2 കണ്ണുകൾ. തൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഈ ഭൂമി അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകൾ പോലെയാണ്. ഒരു മനുഷ്യന് കണ്ണുകൾ എത്രത്തോളം മഹത്വമേറിയതാണ്, വിലപ്പെട്ടതാണ്. തൻ്റെ കണ്ണുകളിലൂടെയാണ് അവൻ ചുറ്റിലുമുള്ള കാഴ്ചകളും കാണുന്നതും സ്വപ്നങ്ങൾ കാണുന്നതുമൊക്കെ. കണ്ണുകൾ നഷ്ടപ്പെടുമ്പോൾ ചുറ്റും അന്ധകാരം, ഇരുട്ട് പരക്കും. അതുപോലെയാണ് പിതാവിന് ഈ ജമീൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അന്ധകാരത്തിലായതുപോലെയുള്ള ഒരു തോന്നലാണ് അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ്റെ ആ പേപ്പേഴ്സിൽ ഒപ്പിടുന്ന സമയത്ത് ആ മനസ്സിലുണ്ടായ വികാരങ്ങൾ. बेटी के विदा होने में अभी 2-4 दिन वक्त था, मगर ज़मीन की विदाई आज ही हो रही थी. पिताजी के सूखे आंसुओं को कौन देख सकता था, कौन सुन सकता था उनके निशब्द विलाप को. विदा होना, വിടവാങ്ങുക, വിദായി വേർപാട്. സൂഖെ ആസുവും എന്നാൽ ഉണങ്ങിയ കണ്ണുനീർ. നിശബ്ദ വിലാപം, സൈലൻ്റായിട്ടുള്ള കരച്ചിൽ. മകൾ വിവാഹം കഴിഞ്ഞ് വിട പറയുന്നതിന്, വിദാഹോനാന്ന് വിട പറയുന്നതിന് ഇനി 2-4 ദിവസം സമയമുണ്ട്. വക്ത എന്ന് പറഞ്ഞാൽ സമയം. പക്ഷേ മഗർ ജമീൻ കി വിദായി, അതായത് ഭൂമിയുടെ വേർപാട് ഇന്നാണ് നടക്കുന്നത്. ഇന്നാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞത്. പിതാജിക്ക് സൂഖെ ആസുവും, അച്ഛൻ്റെ വറ്റിയ ആ കണ്ണുനീരുകൾ ആര് കാണാനാണ്. കോൺ സുൻ സക്താത ഉൻകി നിശബ്ദ വിലാപകു, അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ ആ സൈലൻ്റായിട്ടുള്ള കരച്ചിൽ ആര് കാണാനാണ്. ലേഖകൻ ഇങ്ങനെ പറയുവാൻ കാരണം എന്താണ്? അതായത് ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്ക് അവരുടെ കൃഷിഭൂമി എന്ന് പറയുന്നത്, ഒരു കർഷകന് കൃഷിഭൂമി ഉണ്ടായിരിക്കുന്നത് അഭിമാനമാണ്. ഗ്രാമത്തിൽ അവന് ഏറ്റവും വലിയൊരു അഭിമാനമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ഗ്രാമത്തിൽ ഉള്ള മറ്റു ആൾക്കാർ അവർക്ക് യാതൊരു വിലയും നൽകുകയില്ല, യാതൊരു ആദരവും ഉണ്ടാവില്ല, അവർക്ക് യാതൊരു സ്റ്റാറ്റസും അവർക്ക് ആ ഗ്രാമത്തിൽ ഉണ്ടാവില്ല എന്നത് ആണ് ഈ വാക്കുകളിലൂടെ ലേഖകൻ അർത്ഥമാക്കുന്നത്. ഈ ഒരു പാഠം നമുക്ക് നൽകുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ, വിവാഹത്തിൻ്റെ പേരിൽ ഒരു അമിത ചിലവാണ് നമ്മൾക്ക് ഓരോ
കുടുംബത്തിലും ഓരോ ആൾക്കാരും ചിലവാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആ വിവാഹം നടത്തുവാൻ വേണ്ടിയിട്ട് വീടും സ്ഥലവുമൊക്കെ വിൽക്കുന്നവരുണ്ട്. ഇന്ന് വിവാഹത്തിൻ്റെ ആഡംബരത്തിന് വേണ്ടി, അമിത ചിലവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ആ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് ലേഖകൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മൾക്ക് വരച്ചു കാട്ടുന്നത്.